ഇന്നലെ ഞാൻ ലൈവിൽ പറഞ്ഞൊരു കാര്യം 60% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ശരിയല്ലേ? ഇത് എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നു. ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെഞ്ച് മാർക്ക് റിട്ടേൺസ് ആയിട്ട് നിഫ്റ്റീനെ എടുത്തുകൊണ്ട് നിഫ്റ്റി വളരുന്നതിനെക്കാട്ടും കൂടുതൽ വേഗത്തിൽ വളരുക എന്നുള്ള ഒരു കാൽക്കുലേഷനോട് കൂടി നിക്ഷേപിക്കുന്ന ഒരു രീതി. ഇത് മിനിമം ഒരു 4% അടുത്തെങ്കിലും ഒരു മാസം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിക്ഷേപിക്കുന്ന എന്തിലേക്കൊക്കെയാണ്? സ്റ്റോക്കുകളിലേക്കും ETF-കളിലേക്കും ബോണ്ടുകളിലേക്കും ഒക്കെ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ചെറിയ ശതമാനത്തിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ എത്ര ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നോ അത് ബെയർ മിനിമം ഒരു 24% എങ്കിലും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന തരത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്തിനായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് വളരുന്നതിൻ്റെ ഒരു 1.5 മടങ്ങ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ബിൽഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡെക്സ് വളരുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ വളരുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ട് വേഗതയിൽ നിങ്ങൾക്ക് വളരാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്, അത് പ്രോപ്പർ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ക്യാപിറ്റൽ 50,000 ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം ആണെന്നുണ്ടെങ്കിലും ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോ ആണ്. പക്ഷേ ക്യാപിറ്റൽ കൂടുമ്പോൾ ഇതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ 1-2 മാസം കൂടുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 3 മന്ത്സ് കൂടുമ്പോൾ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ ഒരു 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. അപ്പോൾ 4 ക്വാർട്ടറിലായിട്ട് നമുക്ക് മിനിമം ഒരു 40%, മിനിമം അല്ല ഒരു 40% ഓൺ ആൻ ആവറേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവണം. ഇത് ഞാൻ ഡിപ്ലോയ്മെൻറ്റ് പറഞ്ഞു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ഒരു ഫ്രീ ആയിട്ടുള്ള കാലിയായിട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ എത്രയാണോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ, ഇപ്പോൾ 10,000 ആയാലും 20,000 ആയാലും 50,000 ആയാലും 1 ലക്ഷം ആണെങ്കിലും അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിക്ഷേപിക്കാൻ പറ്റും. അത്ര ഫ്രീ ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്. മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു 50,000 രൂപയാണ് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 3 മാസം കഴിയുമ്പോൾ 10% പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ 5,000 രൂപയെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസം മാത്രമാണ് ഈ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ നല്ല കാര്യം, കുറഞ്ഞ ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിൽ കുറച്ചൊരു കുറവുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനോ ഇല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റാഫോ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. വാട്സപ്പിൽ വന്നാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റട്ടെ. ഇന്നത്തെ സാഹചര്യം ഞാൻ ഒന്ന് പറയട്ടെ. ഇന്ന് നിഫ്റ്റി കയറിയിട്ടുള്ളത് 0.33% ആണ്. 0.33% കയറിയെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ വളർന്നിട്ടുള്ളത് 0.69%. മനസ്സിലായില്ലേ? ഏത് തരത്തിൽ നിഫ്റ്റീനെ ബീറ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് നിഫ്റ്റി വളരുന്നതിൻ്റെ 1.5 മടങ്ങ് ഇത് വളരും. ചില സാഹചര്യങ്ങളിൽ നിഫ്റ്റീൻ്റെ ഇരട്ടി വളർച്ച കാണിക്കും. ഇനി ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഞാൻ പറയാം. നിഫ്റ്റി 1% താഴെ പോകുമ്പോൾ ഈ പോർട്ട്ഫോളിയോ മിക്കവാറും ഒരു 0.6% താഴെ പോകുള്ളൂ. നിഫ്റ്റിയിൽ ഒരു 8% കറക്ഷൻ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഈ ഒരു പോർട്ട്ഫോളിയോ കാണിച്ചിട്ടുള്ള ഡൗൺ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5% അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിഫ്റ്റി എത്ര താഴോട്ട് പോകുന്നോ അത്രത്തോളം താഴോട്ട് പോലെ നിഫ്റ്റി എത്ര വളരുന്നോ അതിൻ്റെ ഇരട്ടിക്ക് വളരും. അപ്പോൾ അതാണ് സംഭവം. തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിക്കോളൂ. വാട്സപ്പിൽ വരാൻ മറക്കണ്ട. നമുക്ക് വാട്സപ്പിൻ്റെ ഒരു ചാനൽ കൂടിയുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.